വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ വിശുദ്ധ ശബദം ഈ വർഷത്തിന്റെ അവസാന ശബദങ്ങളാണെന്ന് ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം അടിയെ തിരഞ്ഞെടുത്തതിന് ഞാൻ ദൈവത്തെ സ്മരിക്കുന്നു. ഈ ആരാധന കടന്നുവന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ ഈ വിശുദ്ധ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് നമുക്ക് ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാഹം നാം മുൻപൊരിക്കൽ ഒരു രാത്രിയിൽ ചിന്തിച്ചതായ വേദവാഹത്തിന്റെ പ്രവാഹം എന്ന നിലയിലാണ് നാം ചിന്തിക്കൊണ്ടപ്പോൾ ആഗ്രഹിക്കുന്നത്. നാം ചിന്തിച്ചതായ തിരുവചനം യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായമാണ് നാം ചിന്തിച്ചത്. അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 6-1 യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. അവന്റെ വസ്ത്രത്തിന്റെ വിടവുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. സാറാപ്പുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖംമൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. നമുക്കൊരു നിമിഷത്തെ മഹാപരിശുദ്ധനാഥ സ്വർഗ്ഗപിതാവേ, ദേവി നടിയിൽ ചിന്തിക്കുന്നതായ ഈ വേദവാക്യം കർത്താവേ, എന്റെ ദേവി സ്വർഗീയമായ ഒരു ആരാധനയുടെ ദൃശ്യമാണ് യെശയ്യാവിന് കാണിച്ചു കൊടുക്കുന്നതെന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നതാവാം. ദേവി സ്വർഗത്തിൽ ആരാധിക്കുന്ന ആരാധന ദേവിയുടെ ഭൂമിയിലായിരിക്കുന്ന അടിയങ്ങൾക്കും നൽകിയതുപോലെ തന്നെ സ്തുതിക്കുന്നതാവാം. ദേവിയെ ആരാധനയിലാണ് അടിയങ്ങൾ എപ്പോഴും നിൽക്കുന്നതെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നതാവാം. ദേവിയെ സാധാരണകളും പെരുവുകളും ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ഭൂമിയിലായിരിക്കുന്ന അടിയങ്ങൾക്കും ആ ഒരു സന്തോഷം പങ്കിടുവാൻ എന്റെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. എല്ലാ മാനവമഹത്വം അവിടെ നിൽക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നാം മുൻപൊരിക്കൽ ചിന്തിച്ചതായ വേദവാക്യമാണ് യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വേദവാക്യങ്ങൾ. അവിടെ നാം കണ്ടത് യെശയ്യാവ് കാണുന്നതായ ഒരു ദർശനത്തെ കുറിച്ചാണ് കാണുന്നത്. അവിടെ ഒരു രാജ്യഭരണം നീങ്ങിപ്പോയിട്ട് ഒരു രാജാവ് മരിച്ചതോട് കൂടെയാണ് താൻ അവിടെ നിന്ന് കാണുന്നതായ ആ ഒരു ദർശനം. എന്തുകൊണ്ടാണ് യെശയ്യാവിന് ഇപ്രകാരം ഒരു ദർശനം കണ്ടുവെന്ന് നാം ചിന്തിക്കുമ്പോൾ നാം അത് മുൻപ് നാം ചിന്തിച്ചു. അവിടെ ഒരു രാജാവിന്റെ നിയോഗത്തോടു കൂടി ഇനി എങ്ങനെയാണ് രാജഭരണങ്ങൾ മുൻപോട്ട് പോകുന്നത് ഒരു വ്യാകുലതയിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് യെശയ്യാവിന് ആ ഒരു ദർശനം കാണിച്ചു കൊടുക്കുന്നതായാണ് നാം കണ്ടത്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിന്റെ അധികാരങ്ങളും എല്ലാം എന്ത് ചെയ്യും? അത് മാറി 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 തന്നെ വരും. എങ്കിലും അതിലൊന്നും മാറാത്തതാണ് ദൈവത്തിന്റെ രാജ്യത്വവും ദൈവത്തിന്റെ ആരാധനയും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വേദവാക്യങ്ങൾ നാം സവിസ്തരം തന്നെ നാം അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. അവിടെ ഈ സ്വർഗീയമാകുന്ന ഒരു ആരാധന എപ്രകാരമാണ് എന്ന് യെശയ്യാവിന് അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുന്നതായി കാണുന്നു, അല്ലേ? അവിടെ ആ ഉസിയ രാജാവ് എപ്രകാരമാണ് മരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് മരിച്ചത്? അവന്റെ 16-ാമത്തെ വയസ്സിൽ രാജഭരണം ഏറ്റുവന്നുവെങ്കിലും 56 വർഷക്കാലം അവൻ ദൈവസന്നിധിയിൽ അവൻ മുഖാന്തരം ഇസ്രായേലിന് വളരെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും സമ്പൽ സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയും ചെയ്തതായി കാണുന്നു. എന്നാൽ തനിക്ക് പിന്നീട് ലഭിച്ചതായ ചില അവസരങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ പുരോഹിതന് മാത്രം ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ യാഗം അർപ്പിക്കുന്നത് ഒരു രാജാവ് ചെയ്തത് കൊണ്ട് അവന് കുഷ്ഠം ബാധിച്ചു. തന്റെ മരണം അവിടെ നിന്ന് വന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ അങ്ങനെ ആയിരിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ ആരാധനകൾ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ നടത്തേണ്ടതായ ഒരു കാര്യമെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ അധികാരത്തിൽ നിന്നും നമ്മുടെ പദവി കൊണ്ട് ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തക്കവണ്ണം കഴിയുമെന്ന് പറഞ്ഞോ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും, അല്ലേ? അങ്ങനെ ആ രാജാവ് എന്ത് ചെയ്തു? അവൻ ദൈവത്തിന് വിപരീതമായി ചെയ്തുകൊണ്ട് തന്റെ വർഷകാലം ഏറെയും എന്ത് ചെയ്തു? ദൈവത്തിന് നല്ല പ്രവൃത്തി ചെയ്തു. താൻ മുഖാന്തരം രാജ്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തു. എങ്കിലും ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് അവൻ മരിച്ചത്, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നാം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്തുതരം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടും നമ്മുടെ അവസാനങ്ങളിൽ നാം ചില കാര്യങ്ങൾ തെറ്റായി ചെയ്താലും ദൈവത്തിൽ നാം എപ്പോഴും എങ്ങനെയാണ്? അത് വെറുതെ പോകുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ ദൈവത്തിൽ നമ്മുടെ ജീവിതകാലം മുഴുവനും എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ വിശ്വാസത്തോടു കൂടി നാം ഇരിക്കണമെന്നത് കാണും. ഇന്ന് മനോഹരമായ ഒരു പാഠമാണ് നാം പഠിച്ചത്. യെശയ്യാവിന്റെ പുസ്തകം ഇന്ന് യോശുവയുടെ പുസ്തകത്തിന്റെ അവസാനമാണ് നാം കണ്ടത്, അല്ലേ? യോശുവ വാർദ്ധക്യത്തിൽ തനിക്ക് ലഭിച്ചതായ ആ വഴികളിൽ താൻ
ദൈവത്തിൽ നിന്നും വിപരീതമായി പോയിട്ടില്ല. തന്നെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്വം, അത് പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി ഇസ്രായേൽ മക്കളെ കനാൻ ദേശത്ത് നിന്നുകൊണ്ട് എവിടെ ഏൽപ്പിച്ചോ? വാഗ്ദത്ത കനാൻ ദേശത്തിന്റെ എത്തിച്ചതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ് ഇന്ന് പ്രസക്തമായിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം? ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒരു അവകാശം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ യഹോവയായ ദൈവം നിങ്ങളെ വഴി നടത്തിയെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തു കൊള്ളണം, അല്ലെ? അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം ചിന്തിക്കേണ്ടതായ ആ ഭാവവും അപ്രകാരമാണ്. നാം യെശയ്യാവിന്റെ പുസ്തകം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യെശയ്യാവിനെ അവിടെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടോ ആ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. മതി. ഇവിടെ യെശയ്യാവിനെ ശുദ്ധീകരിച്ചു, അല്ലെ? 7-ാമത്തെ വാക്യം നാം വായിച്ചപ്പോൾ അതിന് തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ യെശയ്യാവ് എങ്ങനെയാണ് ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിനെ ആരാധിക്കുന്ന രീതിയും താൻ കണ്ടപ്പോൾ യെശയ്യാവ് പ്രവാചകനാണ്. അവൻ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തിക്കൊണ്ട് അവൻ അവിടെ നിന്ന് അവന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു. ഞാൻ ശുദ്ധിയില്ലാത്ത അതിലുള്ള ഒരു മനുഷ്യനാണ് എന്ന് തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഇത് ദൈവികമായ ഒരു ആരാധനയിൽ നടന്നൊരു സംഭവമാണ്, അല്ലെ? അപ്പോൾ അവിടെ ഒരു ആരാധനയിൽ താൻ എത്ര വലിയ പ്രവാചകനാണെങ്കിലും അവനെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഫലമേൽപ്പിച്ചു പറഞ്ഞു, അല്ലെ? ഞാൻ ഇങ്ങനെയുള്ള ജനത്തിനിടയിലാണ് വസിക്കുന്നത്, പാപം നിറഞ്ഞതായ ഒരു ജനത്തിനിടയിലാണ് ഞാൻ വസിക്കുന്നതെന്ന് അവനും ജനത്തിനെയും വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എങ്കിൽ ദൈവം അവനെ അവിടെ നിന്ന് ശുദ്ധീകരിക്കുന്നതായി അവിടെ നിന്ന് യാഗപീഠത്തിൽ നിന്നും ഒരു അഗ്നിക്കനൽ എടുത്തുകൊണ്ട് തന്റെ നാവിൽ തുടിപ്പിച്ചപ്പോൾ ആര് ശുദ്ധനായി തീർന്നു? യെശയ്യാ പ്രവാചകൻ ശുദ്ധനായി തീർന്നു, അല്ലെ? അങ്ങനെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നാം ഓരോരുത്തരെയും നമ്മെ എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവത്തിന്റെ വചനത്താൽ നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു ദർശനമാണ് യെശയ്യാവ് കാണുന്നത്. എന്നാൽ യെശയ്യാവിനെ ശുദ്ധീകരിച്ചപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു? അവനൊരു ശബ്ദം കേൾക്കുകയുണ്ടായി. എന്ത് ശബ്ദമാണ് കേട്ടത്? അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നതായി അവൻ കേട്ടു. എന്താണ് നമ്മളിപ്പോൾ വായിച്ചത്? 9-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടോ ആ നമുക്ക് വേണ്ടി പോകുമെന്ന് സ്വർഗത്തിൽ ഒരു ശബ്ദം കേൾക്കുന്നതായി കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അല്ലെ? എന്താണ്? ഒരുവനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനറിയാം ദൈവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ യെശയ്യാവിന് മനസ്സിലായി, ഇത് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? അവിടുന്ന് പ്രതികരിച്ചു, അല്ലെ? ആ ശബ്ദത്തിനോട് താൻ പ്രതികരിച്ചു, ദൈവത്തോട് പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അടിയനിതാ, അല്ലെ? ദൈവസന്നിധിയിൽ വീണ്ടും താഴ്മയുടെ ഒരു മനോഭാവമാണ്. അടിയനിതാ, അടിയനെ അയക്കണമേ. സ്വർഗത്തിൽ നിന്നും പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്നുള്ള ത്രിയേക ദൈവത്തിന്റെ ആ ഒരു ശബ്ദമാണ് സ്വർഗത്തിൽ നിന്ന് കേട്ടത്. ഇന്നോ ഓരോരുത്തരുടെ നമ്മുടെ ഹൃദയങ്ങളിൽ കേൾക്കുന്നതായ ദൈവിക ശബ്ദം നാം കേൾക്കുമ്പോൾ ഒരിക്കലും നാം എന്ത് ചെയ്യാൻ പാടില്ല? നാം അത് കേട്ടിട്ടും കേൾക്കാതിരിക്കരുത്, അല്ലെ? നാം ശുദ്ധീകരണം പ്രാപിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് കൂടെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നാം അനുദിനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നടക്കുമ്പോൾ ദൈവിക ശബ്ദം നാം എപ്പോഴും കേൾക്കാൻ ഇടയാകും. അങ്ങനെ കേൾക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും പറയേണ്ടതായ ഒരു കാര്യമാണ് യെശയ്യാ പ്രവാചകൻ അവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? അടിയൻ ഇതാ, അടിയനെ അയക്കണമേ, അല്ലെ? ആദ്യം അവൻ എങ്ങനെയുള്ളവനായിരുന്നു? അവൻ ദൈവമേ ഞാൻ ശുദ്ധിയില്ലാത്ത അതിനുള്ള ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം അവനെ ശുദ്ധീകരിച്ച് അവനെ ഒരു പുതിയ മനുഷ്യനാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇസ്രായേൽ ജനത്തിലേക്ക് അവനെ അയക്കുവാൻ തക്കവണ്ണം പറയുകയാണ്, അല്ലെ? അവൻ പറയുകയാണ്, ദൈവമേ എന്നെ അയക്കണമേ. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഒരു വിളി കേട്ട് നാം ഓരോരുത്തരും പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു വിളി കേട്ട് കഴിഞ്ഞാൽ നാം പോകാൻ തയ്യാറാണോ? ദൈവം നമ്മോട് ആ വാക്കുകൾ സ്വർഗത്തിൽ നിന്നും പറഞ്ഞാൽ നാം പോകാൻ ഒരുക്കമാണോ? നാം ഒരുക്കമാണോ? നാം പറയുമോ ഇന്ന് പറ്റില്ല, രണ്ടാഴ്ച, ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത വർഷത്തിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് നാം പറയാറുണ്ടോ? അല്ല, അല്ലെ? നാം എന്ത് പറയണം? ദൈവ ശബ്ദം നാം കേൾക്കുമ്പോഴേക്കും നാം ഉടനടി തന്നെ നാം അതൊരു
ദൈവത്തിന് മുമ്പാകെ നാം ഉടനടി തന്നെ നാം മറുപടി കൊടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് പറയുന്നതായ ചില വാക്കുകൾ, താൻ ഭൂമിയിലായിരുന്നതിന് ശേഷം തന്റെ ആ 3.5 വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം താൻ എവിടേക്ക് പോകുകയാണോ, താൻ സ്വർഗ്ഗാരോഹണം ചെയ്യേണ്ടതായ സമയത്തിൽ അവിടുത്തെ തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി പറയുന്നതായ ഒരു വാക്യമാണ് അവിടെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ വായിക്കാം. യേശു അടുത്തു ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അല്ലെ, അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിന് ആ ലഭിച്ച അധികാരം എവിടേക്കുള്ള അധികാരമാണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരം ആർക്കും ലഭിച്ചിരിക്കുന്നു? കർത്താവായ യേശുക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്നു. തുടർന്ന് ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. അല്ലെ, അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിച്ചതായ കൃപ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളുന്നു. അല്ലെ, അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വിളി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിളിയാണ്. അവൻ നമ്മെ വിളിച്ചത് കൊണ്ടാണ്. അവിടെ യെശയ്യാവിന് ലഭിച്ചതായ യഹോവയുടെ ശബ്ദം കേട്ടപ്പോൾ താൻ പ്രതികരിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂടി പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം എവിടെ നിന്നാണോ? യേശുക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന അധികാരമാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നൽകിയ അധികാരമല്ല. അല്ലെ, നമുക്ക് ലഭിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭിച്ചതായ അധികാരമാണ്. നാം പോകുമ്പോൾ എങ്ങനെയാണ്? സകല മനുഷ്യരെയും നാം എങ്ങനെയുള്ളവരാക്കി തീർക്കണം? നാം ശിഷ്യനാക്കിക്കൊള്ളണം. എങ്ങനെ? അല്ലെ, നാം ശിഷ്യനാക്കിക്കൊള്ളണമെങ്കിൽ നാം ഗുരുക്കന്മാരെങ്ങനെയായിരിക്കണം? ഏറ്റവും ജ്ഞാനമുള്ളവരും, അല്ലെ, ജീവിത വിശുദ്ധിയുള്ളവരും ദൈവത്തിന് മാതൃകയുള്ളവരുമായിരിക്കണം. അപ്പോൾ ഉപദേശിക്കുന്നവൻ അത്രയ്ക്കും തീഷ്ണതയുള്ളവനായിരിക്കണം. അവൻ ദൈവത്തോട് പ്രിയമുള്ളവനായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർ നാം ആകുന്നുവെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള ശിഷ്യന്മാർ വരും? നമുക്ക് നല്ല ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനെ വാർത്തെടുത്തതുപോലെ, അല്ലെ, നല്ലൊരു സുവിശേഷകനാക്കി വാർത്തെടുത്തതുപോലെ തന്റെ ജീവിത അവസാനത്തിൽ പൗലോസ് പറയുന്നതായ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ നല്ല പോർ പൊരുതി വിശ്വാസം കാത്ത് ഓട്ടം തികച്ചു എന്ന് പറയും പോലെ പൗലോസിനും പറഞ്ഞതുപോലെ നമുക്കും പറയാം. അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മരണസമയത്തിൽ നമുക്കും പറയാം, ഞാൻ ഒരുവനെങ്കിലും നേടി അവൻ മുഖാന്തരം, അല്ലെ, അവനും ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ നിൽക്കുന്നുവെന്ന്. ഈ വേദഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ നമ്മുടെ മുൻപത്തെ പാസ്റ്ററിന്റെ കാര്യം ഞാൻ ഓർമ്മിച്ചു. താൻ മുഖാന്തരം ഇന്ന് ഈ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ തക്കവണ്ണം ആ പ്രിയ മകനിലൂടെ എന്നെ അടിയിൽ തെരഞ്ഞെടുത്തു ദൈവം. അല്ലെ, അപ്പോൾ ആ ദൈവദാസനിലൂടെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം എന്നെ ദൈവം പ്രാപ്തനാക്കിയെങ്കിൽ നാം ഓരോരുത്തരും മുഖാന്തരം അനേക ചെറുപ്പക്കാരെ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? തിരഞ്ഞെടുക്കുവാൻ കഴിയും. അതിനുവേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങിയിരിക്കുക. അതിനുവേണ്ടി നാം ഒരുങ്ങിയിരുന്നാൽ മാത്രമേ ആ ദൈവിക ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയുള്ളൂ. അല്ലെ, ആ ശബ്ദം നാം എപ്പോഴും കേൾക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അല്ലെ, ഇവിടെ മത്തായി സുവിശേഷം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം കൊടുത്ത് വായിക്കാം. യേശു എന്നാണ് പറയുന്നത്, എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. അല്ലെ, അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് എന്തിന്റെ ഉദ്ദേശത്തോടു കൂടിയാണോ? നാം ഓരോരുത്തരും ആരെ പിടിക്കുന്നവരാകണം? മനുഷ്യരെ പിടിക്കുന്നവരാക്കണം. അല്ലെ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പിടിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മറ്റുള്ള ആൾക്കാർ പിടിച്ച് ഉപദ്രവിക്കും. അല്ലെ, എന്നാൽ ആത്മീയമായി തകർന്നു പോയതായ മനുഷ്യനെ, ഒരു പാപത്തിൽ കിടന്ന് ഉഴയുന്നതായ മനുഷ്യനെ
അവനെ ദൈവഭാഗത്തിലേക്ക് അടുപ്പിക്കണം. ആ മനുഷ്യനെ നാം വീണ്ടെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം അവനെയും വീണ്ടെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, നിങ്ങളെ ഈ മത്സ്യം പിടിക്കുന്നവരായിട്ടല്ല, നിങ്ങളെ ഞാൻ ആരെ പിടിക്കുന്നവരാക്കും? നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ 12 ശിഷ്യന്മാരിലൂടെ ഇന്ന് ആരംഭിച്ചതായ ദൈവത്തിന്റെ വേല ഇന്ന് എവിടെ നിൽക്കുകയാണ്? ഇന്ന് ലോകത്തിലുള്ളതായ അനേക വ്യക്തികളെ, പാപത്തിൽ കിടന്നതായ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സമാധാനം അവരിൽ വന്നപ്പോൾ അവരെല്ലാം നേടിക്കൊണ്ട് അവരെങ്ങനെ പിടിച്ചോ? അപ്പോസ്തലന്മാര് മനുഷ്യരെ പിടിക്കുന്നവരാണെങ്കിൽ അല്ലേ, ഇന്ന് അനേക മനുഷ്യന്മാരെ പിടിച്ചു ദൈവസന്നിധിയിൽ അവന്റെ വചനത്തോടു കൂടി ആഴമായ സ്നേഹമുള്ളവരാക്കി തീർത്തു. അതാരാണ്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചതായ ആ കൃപയ്ക്കൊത്തവണ്ണം അല്ലെ, അവരിൽ അത് പകർന്നത് കൊണ്ട് നാം ഓരോരുത്തരും അത് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അപ്രകാരമാണ് നാം ഇന്നും ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ആരെ പിടിക്കുന്നവരാകണം? നാം മനുഷ്യരെ പിടിക്കുന്നവരാകണം അല്ലെ. ഇത് തകർന്നുകൊണ്ടിരിക്കുന്നവരെ സുവിശേഷീകരണം കൊണ്ട് നാം അവരെയും പിടിക്കേണ്ടവരാണ്. അവർ നശിച്ചു പോകേണ്ടവരല്ല അല്ലെ. അവരെയും ദൈവഭാഗത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. നമുക്ക് വീണ്ടും യെശയ്യാവിലേക്ക് തന്നെ വരാം. അതിന്റെ 9-ാമത്തെ വാക്യം എന്താണ് വായിക്കുന്നത്? യെശയ്യാവ് 6:9. നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല അല്ലെ. അപ്പോൾ വീണ്ടും യെശയ്യാവിനോട് പറയുകയാണ്, യെശയ്യാവിന് ദൗത്യം കൊടുത്ത് പറയുകയാണ്, നീ സുവിശേഷം പറയേണ്ടത്, ദൈവത്തിന്റെ ദൂതുകൾ പറയേണ്ടതാണ്. ഏത് ജനത്തോടെയാണ്? ഏത് ജനത്തോടെയാണ് പറയേണ്ടത്? ഇസ്രായേൽ ജനത്തോട് പറയണം. അവരെങ്ങനെയുള്ള ജീവിതമാണ് അവർ നയിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ അവിടെ യെശയ്യാ പ്രവാചകൻ പറയുന്നത് അല്ലെ, എന്താണ് ഒരു പാട്ട് നമുക്കറിയാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു അല്ലെ. ഒരു അപ്പനും മക്കളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ അപ്പൻ മക്കളെ എങ്ങനെയാണ് പോറ്റി വളർത്തിയത്? അവരെ അത് സ്നേഹത്തോടുകൂടെ വളർത്തി, അവരെ കരുതലോടുകൂടെ വളർത്തി. ഈ മിസ്രയീമിന്റെ ജീവിതം, അടിമ ജീവിതത്തിൽ നിന്നും അവർ വാർത്ത കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ ദൈവം അനുഗ്രഹിച്ചു, ആഹാരവും സമ്പത്തും എല്ലാം കൊടുത്തു. അവരുടെ ചെരുപ്പിന്റെ വാങ്ങ് പോലും തേഞ്ഞിട്ടില്ല. ദൈവവചനം പറയുന്നത്, ഇത്ര വർഷക്കാലം അവരെ സ്നേഹിച്ചിട്ടും അവർ എങ്ങനെയുള്ള ജനമാണെന്ന് ദൈവം പരാതി പറയുകയാണ് അല്ലെ. ദൈവം അവിടെ പറയുകയാണ്. ആരോടാണ് പറയുന്നത്? ദൈവം സൃഷ്ടിച്ചതായ സൂര്യചന്ദ്രാദികളോട് പറയുകയാണ്, ആകാശമേ നീ കേൾക്ക, ഭൂമിയെ നീ എനിക്ക് ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കും. ഒരു മത്സരികളായ ഒരു ജനമാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. അതോ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനം എങ്ങനെയുള്ള ജനമാണ്? അവരും ഇസ്രായേൽ ജനത്തോടാണ്. അവർ മത്സരഗ്രഹമാണ്. ദൈവത്തിന്റെ വചനം അവർ കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നില്ല, അവർക്കത് ആവശ്യമില്ല, അതെല്ലാം മാറിപ്പോയി പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്നു അല്ലെ. അപ്പോൾ ദൈവം എങ്ങനെയുള്ള ജനത്തോടാണ് അയച്ചതെന്ന് നമുക്ക് കണ്ടല്ലേ. യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 3-ാം അധ്യായം. അവിടെ പറയുന്നത്, ഇസ്രായേൽ ഗ്രഹമോ നിന്റെ വാക്ക് കേൾക്കുകയില്ല, എന്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സിലല്ലോ അല്ലെ. ഇവിടെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുകയാണ്. എങ്ങനെയാണ് പറഞ്ഞത്? വായിക്കാം. നിന്റെ വാക്ക് കേൾക്കുകയില്ല, എന്റെ വാക്ക് കേൾക്കാൻ അവർക്ക് മനസ്സിലല്ലോ. അവർ കടുത്ത നെറ്റിയും കഠിന ഹൃദയവുമുള്ളവരാണ് അല്ലെ. അപ്പോൾ ദൈവവചനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുകയില്ല? അത് വിശ്വസിക്കുകയില്ല. ആ കാലഘട്ടത്തിലെ ജനം പോലെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ വചനം. ദൈവത്തിന്റെ വചനം എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും അതൊരിക്കലും വിശ്വസിക്കില്ല. ഒരു കാര്യം ഞാൻ പറയുകയാണ്, ദൈവത്തിന്റെ കൽപ്പനകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിക്കാത്ത ഒരു ഗ്രഹത്തിന്റെ അടുക്കലേക്കാണ് ആരെ അയച്ചിരിക്കുന്നത്? ഇത് സെവന്തിനെ അഡ്വെന്റിസ്റ്റുകാർ എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനങ്ങൾ അനുസരിക്കുന്ന, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്ന ദൈവമക്കളാകുന്ന നമ്മെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അവിടെ യെശയ്യാ പ്രവാചകനെ ദൈവം പറഞ്ഞയച്ചത് ഏത് ഗ്രഹത്തോടെയാണ്? ഇസ്രായേൽ ഗ്രഹത്തിലാണ് പറഞ്ഞയച്ചത് അല്ലെ.
ഇന്ന് ദൈവം നമ്മോടും പറയുകയാണ്. ഇവിടെ നാം പറയണം, ഇത് നാം ഓരോരുത്തരും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതായ വ്യക്തികളോടാണ് നാം പറയുന്നത്. നിങ്ങൾ നടത്തുന്ന ആരാധനയും നിങ്ങൾ നടത്തുന്ന യാഗങ്ങളും ഒന്നും ദൈവത്തിന് ഹിതമായതല്ല എന്ന് നാം പറഞ്ഞു കൊടുത്താലും അവരെന്ത് ചെയ്യുന്നില്ല, അവർ അനുസരിക്കുന്നില്ല. അവർ മത്സരഗ്രഹമാണ്. ദൈവത്തിന്റെ പ്രമാണങ്ങളെല്ലാം മാറിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് മാനുഷിക കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്ന ഒരു തലമുറയോട് കൂടിയാണ് ദൈവത്തിന്റെ സുവിശേഷം പറയുന്നത്. മനുഷ്യനെ പിടിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു നാം ഓരോരുത്തരോടും പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, മറ്റുള്ള ജാതികളോട് അടുക്കൽ പറഞ്ഞിരുന്നുവെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു. അല്ലെ? അപ്പോൾ മറ്റുള്ളവർ അടുത്ത് പറഞ്ഞെങ്കിൽ അവർ രക്ഷപ്പെടുമായിരുന്നു. ഇതേപോലെ അവസ്ഥയാണ് യോനാ പ്രവാചകനോട്. യോനാ പ്രവാചകൻ എന്ന് പറഞ്ഞു, ആ പട്ടണത്തിൽ ഞാൻ പോയിട്ടൊന്നും വലിയ കാര്യമില്ല, അല്ലെ? ഞാൻ പോയി സുവിശേഷം അറിയിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല, അവർ രക്ഷപ്പെടുകയില്ല എന്ന് മുൻകൂർ ഒരു ജാമ്യം എടുത്തുകൊണ്ട് കടലിനടിയിൽ പോയി, അല്ലെ, കപ്പലിനടിയിൽ പോയി അവൻ നല്ല നിദ്ര പ്രാപിച്ചു. എനിക്കറിയേണ്ട കാര്യം, നശിക്കേണ്ടതായ ഒരു ജനമാണ്. ദൈവത്തിനറിയാം. അവൻ ഏത് മനുഷ്യനാണെങ്കിലും അവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, അല്ലെ? അവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവൻ ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം അവരെയും വീണ്ടെടുത്തു, അല്ലെ? ആ പ്രവാചകനിലൂടെ ആ ദേശത്തെ വീണ്ടെടുത്തുവെങ്കിൽ നാം ഓരോരുത്തരിലൂടെയും ദൈവം വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണങ്ങൾ തള്ളിക്കളഞ്ഞതായ അനേക വ്യക്തികളെന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നു, അല്ലെ? അപ്പോൾ ദൈവം ഇവിടെ അയക്കുന്നത് എവിടേക്കാണ് അയക്കുന്നത്? നാം ഓരോരുത്തരെയും കഠിന ഹൃദയമുള്ളവരെടുത്താണ്, അല്ലെ? നാം കഠിന ഹൃദയമുള്ളവരെടുത്ത് ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ പ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ട് നാം പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മെ എന്ത് ചെയ്യും? നമ്മുടെ വചനം അവരൊരിക്കലും ശ്രദ്ധിക്കുകയില്ല, അല്ലെ? നമ്മുടെ സമുദ്രക്കാരുടെ വചനമാണ് നമ്മൾ പറയുന്നത് അല്ല, അല്ലെ? നാം ദൈവത്തിന്റെ കൽപ്പനകളാണ് പറയുന്നത്. അതനുസരിച്ചാൽ നിനക്ക് നന്മയും, അനുസരിക്കാതെ പോയാൽ നിനക്ക് ശാപവുമാണ് ഇരിക്കുന്നത്. അതാണ് പറഞ്ഞത്. യോശുവ പറഞ്ഞത്, ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിൽ നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിന്റെ ആ അനുഗ്രഹം വേണമെങ്കിൽ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടിൽ, അല്ലെ? പറയേണ്ടത് ആര് പറയുന്നു? ദൈവം പ്രവാചകന്മാരിലൂടെ, സുവിശേഷകന്മാരിലൂടെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യങ്ങളൊന്ന് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ചോ സാക്ഷീകരിക്കേണ്ടോ അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായകയാൽ ശ്രദ്ധിക്കാൻ അവർക്ക് കഴിയില്ല, അല്ലെ? അപ്പോൾ ഇന്ന് ദൈവത്തിന്റെ സുവിശേഷം നാം പറയുമ്പോഴേക്കും ഇസ്രായേൽ ഗ്രഹത്തോട് അപ്രകാരം യെശയ്യാ പറഞ്ഞുവെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സുവിശേഷം നാം ഓരോരുത്തരും പറയുമ്പോൾ ഇന്ന് എങ്ങനെയാണ് അവർ അതിനോട് പ്രതികരിക്കുന്നത്? യഹോവയുടെ വചനം അവർക്ക് നിന്ദയായി തീർന്നിരിക്കുന്നു. ആരുടെ വചനം നിന്ദയായി തീർന്നിരിക്കുന്നു? നാം പറയുന്നതായ ദൈവത്തിന്റെ വചനം അവർക്ക് നിന്ദയായി തീർന്നിരിക്കുന്നു, അല്ലെ? ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് മനുഷ്യന് നിന്ദയായി തീർന്നിരിക്കുന്നു. അത് പറയുന്നവരെ പരിഹസിക്കുന്നു. ഇന്ന് ദൈവത്തിന്റെ ആ സുവിശേഷം പറയുന്നവരോട് ഇന്ന് മനുഷ്യന് പുച്ഛമാണ്, അല്ലെ? അവർ പറയുന്നു, നിങ്ങൾ ഇന്ന് അതൊക്കെ പഴയ കാലഘട്ടത്തിലല്ലേ, ദൈവത്തിന്റെ കൽപ്പനകള് അത് പഴയ കാലഘട്ടത്തിലല്ലേ, പുതിയ നിയമസഭയ്ക്ക് ആവശ്യമാണോ എന്ന് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം പോയതായ ഓരോ ശബദുകളും വിശുദ്ധ ശബദിനാണ്. ആര് പോയത്? കർത്താവായ യേശു ക്രിസ്തു ഓരോ പട്ടണത്തിലും അവരുടെ പള്ളികളിലും പോയി സുവിശേഷിച്ചത് നമുക്ക് കാണാൻ കഴിയും, അല്ലെ? യേശു പറയുകയാണ്, ഞാനൊരു മാതൃക നിങ്ങൾക്ക് വെച്ചു പോയിരിക്കുകയാണ്, നിങ്ങൾ ആ മാതൃക പിന്തുടരുക എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇന്ന് മനുഷ്യന് ദൈവത്തിന്റെ കൽപ്പനകൾ വേണ്ട. യിരെമ്യാവിൽ നാം വായിച്ചതുപോലെ ദൈവത്തിന്റെ യഹോവയുടെ വചനം അവർക്ക് നിന്ദയായി തീർന്നിരിക്കുന്നു, അല്ലെ? അപ്പോൾ ഇന്ന് മനുഷ്യർക്ക് എങ്ങനെയാണ് തീർന്നിരിക്കുന്നത്? ദൈവത്തിന്റെ കൽപ്പനകൾ പറയുമ്പോൾ മനുഷ്യർക്ക് വേണ്ട, അത് നിന്ദയാണെന്നാണ് പറയുന്നത്. ഇന്ന് മനുഷ്യൻ ആരെയാണ് ആശ്രയിക്കുന്നത്? അതിന്റെ 5-ാമത്തെ യിരെമ്യാവ് 5-ന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വിസ്മയവും ഭയങ്കരവുമായുള്ളത്
ദേശത്ത് സംഭവിക്കുന്നു അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഈ ദേശത്ത് എന്താണ് സംഭവിക്കുന്നത്? വിസ്മയമായ കാര്യങ്ങൾ സംഭവിക്കുകയാണ് അല്ലെ. മനുഷ്യരിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. അവിടെ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അല്ലെ. ഭയങ്കരമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കൈവച്ച് കഴിഞ്ഞാൽ സൗഖ്യം പ്രാപിക്കുന്നു എന്നുള്ളതായ കാര്യങ്ങൾ അത് വായിക്കാം. പ്രവാചകന്മാർ അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദേശത്ത് പലതും സംഭവിക്കുന്നു, വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അവിടുത്തെ പ്രവാചകന്മാർ എന്താണ് ചെയ്യുന്നത്? പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു അല്ലെ. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ദൈവത്തിന് ഹിതമല്ലാത്തത് പ്രവചിച്ചുകൊണ്ട് മനുഷ്യനെ ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്നും തെറ്റിച്ചു കളയുവാൻ തക്കവണ്ണം പൈശാചികന്റെ വാഗ്ദാവായി നിൽക്കുകയാണ് അല്ലെ. ഇന്ന് പൈശാചികന്റെ ഒരു വാഗ്ദാവായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ചിലർ ഈ ലോകത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ പ്രവചിക്കുന്ന പ്രവാചകന്മാര് അവർ പ്രവചിക്കുന്നു. എന്താണ് പ്രവചിക്കുന്നത്? അവർ വിസ്മയമായ കാര്യം പ്രവചിക്കുകയാണ് അല്ലെ. ദൈവം അവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു എന്ന് വ്യാജം പ്രവചിച്ചുകൊണ്ട് ചെയ്യുന്നു അല്ലെ. അത് താഴെ വായിക്കാം. പ്രവചിക്കുന്നു. പുരോഹിതന്മാരും അവരോട് ഒരു കൈയാൽ നിന്ന് അധികാരം നടത്തുന്നു അല്ലെ. അപ്പോൾ ഇവിടെ പ്രവാചകന്റെ കൂടെ ആര് നിൽക്കുന്നു? പുരോഹിതന്മാരും ചേർന്ന് നിൽക്കണം അല്ലെ. പുരോഹിതന്റെ ആ ശുശ്രൂഷ മുൻപോട്ട് പോകണമെങ്കിൽ പ്രവാചകനെയും കൂടി ഒത്തു നിർത്തിക്കൊണ്ട് അവരൊരു കൂട്ടു ശുശ്രൂഷയായിട്ട് വ്യാജം ചെയ്തുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകനെ ദൈവം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു, നീ എന്ത് സംസാരിക്കണം എന്ന് തിരഞ്ഞെടുത്ത് അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അതിൽ തുടർന്നുള്ള ഭാഗം യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയും അല്ലെ. ഇവിടെ എത്ര കേട്ടാൽ മതി വരാത്തതായ വ്യക്തികളുടെ അടുക്കൽ ദൈവത്തിന്റെ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും എന്ത് ചെയ്യുകയില്ല, അതൊരിക്കലും സ്വീകരിക്കുകയില്ല. അവരെല്ലാവരും എങ്ങനെയുള്ള ജീവിതാവസ്ഥയിലാണ് അവിടെ തുടരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു അല്ലെ. അപ്പോൾ നന്മയ്ക്ക് വിപരീതമായ തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം എന്ത് ചെയ്യുന്നു? അവൻ വെളിച്ചത്തെ പകയ്ക്കുന്നു. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ അവൻ വെളിച്ചത്തേക്ക് വരുന്നതുമില്ല അല്ലെ. അപ്പോൾ ദുഷ്ടകാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ അവർ അവരുടെ കാര്യങ്ങൾ നിരൂപിച്ചുകൊണ്ട് അല്ലെ കള്ളപ്രവാചകന്മാരോട് ചേർന്നുകൊണ്ട് ദൈവജനത്തെ പറ്റിച്ചുകൊണ്ട് അവർ ദൈവഭാഗത്തിലേക്ക് കടന്നു വരുന്നില്ല, ദൈവത്തിന്റെ സത്യ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നില്ല. ദൈവത്തിന്റെ വചനം 119-ാം സങ്കീർത്തനം അതിന്റെ 105-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? ദൈവത്തിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും അത് പാതയ്ക്ക് പ്രകാശവുമായിരിക്കും അല്ലെ. അവർ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നില്ല, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് വരുന്നില്ല. അവർ വീണ്ടും പ്രവാചകന്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഇന്ന് ജനത്തെ പുരോഹിതന്മാരോട് ചേർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ അതിലൊന്നും വീണു പോകാതെ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? ദൈവത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണമെന്ന് നമുക്ക് കാണാൻ തക്കാൻ കഴിയുന്നു. ഒരുപാട് കാര്യങ്ങൾ ചിന്തകളിൽ ഇതിന്റെ ആമുഖം കുറച്ചുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകൊണ്ടാക്കണം ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഭയത്തിൽ നാം അവസാനത്തിൽ നാം വായിക്കുമ്പോൾ എത്ര പറഞ്ഞാലും കേൾക്കാത്തതായ മനുഷ്യരുടെ സുവിശേഷം പറയണമെന്നാണ് പറഞ്ഞത് അല്ലെ. പക്ഷേ യെശയ്യാവ് എന്ത് ചെയ്തു? അത് പറഞ്ഞു. അവരുടെ നെറ്റി കഠിനമായിരുന്നു, അവരെന്ത് പറഞ്ഞാലും സ്വീകരിക്കാത്ത ജനമായിരുന്നു. ദൈവം പറഞ്ഞു. യെശയ്യാവ് ചോദിക്കുകയാണ്, അവസാനത്തെ ചോദ്യം പറയുകയാണ്, ഞാൻ എത്ര നാളാണ് ഇത് തുടരേണ്ടത് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ നാം പറയുകയാണ്, ഒരു മനുഷ്യൻ ഭാവിയായ മനുഷ്യനാണ്, അവരോട് നാം എത്ര തന്നെ സുവിശേഷം പറയണം. ഒരിക്കൽ നാം പറഞ്ഞു
നടത്തിയാൽ മതിയോ എന്നാണ് അവിടെ നിന്ന് അല്ലെ നാം ഓരോരുത്തരും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തോട് നാം ചോദിക്കുകയാണ് അല്ലെ. യെശയ്യാവ് ചോദിക്കുകയാണ്, ഞാൻ എത്ര കാലമാണ് ഇവരോട് കൂടി ഇത് പറയേണ്ടതെന്ന് പറയുന്നു. ദൈവം പറയുകയാണ്, യഹോവയായ ദൈവം പറയുകയാണ്, അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന കാലം ഒരിക്കൽ വരും. അവരുടെ എല്ലാവരും നശിപ്പിക്കുന്ന ഒരു കാലം വരും. അവരെ ഒരിക്കൽ വാളാൽ കൊല്ലുന്നതായ കാലം വരെ നീ എന്ത് ചെയ്യുക? നീ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. യെശയ്യാ പ്രവാചകന്റെ ജീവിത അവസാനം വരെയും താനത് തുടർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ ദൈവം, യഹോവയായ ദൈവം ആ ദൗത്യം ഏൽപ്പിച്ചത് തന്റെ അവസാനം വരെയും അത് ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സകല മനുഷ്യരെയും ഇസ്രായേലിനെയും ബന്ദികളാക്കി എല്ലാം കൊണ്ടുപോയെങ്കിലും അതിന്റെ അവസാനത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യാശയുടെ അനുഭവം ദൈവം അവിടെ വാക്കി വയ്ക്കുന്നു. സകല മനുഷ്യൻ മരിച്ചു പോയാലും അതിന്റെ അവസാന 13ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? അതിന് ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാലും അത് വീണ്ടും നാശത്തിനിരയാകും. അവിടെ അതാണ് പ്രസക്തമായ വാക്ക്, എങ്കിലും അല്ലെ. സകല മനുഷ്യൻ മരിച്ചു പോയാലും എങ്കിലും കരിമലവും കരിവേലകവും വെട്ടിയിട്ട അവയുടെ കുറ്റിയിൽ ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതിയിൽ ഒരു കുറ്റിയായി ശേഷിക്കും അല്ലെ. ഇവിടെ സകല മനുഷ്യരും മരിച്ചു പോയാലും അവസാനം ആ ഒരു വിശുദ്ധ സന്തതിയിൽ നിന്നും ഒരു കുറ്റി ശേഷിപ്പെന്ന് പറയുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ് അല്ലെ. അവിടെ ആ യേശു ക്രിസ്തുവിലൂടെ ആ സകല മനുഷ്യരും അവർ പാപത്തിൽ മരിച്ചു പോയാലും ഇനിയുള്ള പാവപ്പെട്ട മനുഷ്യരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഈശായുടെ വേരിൽ നിന്നും ഈശായുടെ കുറ്റിയിൽ നിന്നും ഒരുവൻ പൊട്ടി പുറപ്പെടുമെന്ന് ഈ സങ്കീർത്തനത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്. ആ കുറ്റിയിൽ നിന്നാണ് ഒരു വേര് പൊട്ടി പുറപ്പെട്ടത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവരിലൂടെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്, നിങ്ങൾ രാജ്യത്തിന്റെ അവസാനത്തോളം ഈ സുവിശേഷം പ്രസംഗിക്കണം, സകല മനുഷ്യരെ നിങ്ങൾ ശിക്ഷനാക്കി കൊള്ളണം അല്ലെ. ശിക്ഷനാക്കി കൊള്ളണമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകിയത്. ആ ഒരു യെശയ്യാവിനെ ആ ഒരു ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവവിളിക്ക് കേട്ടുകൊണ്ട് നാം മറത്തു നിൽക്കാൻ പാടുണ്ടോ? നമ്മുടെ ജീവിത അവസാനം വരെയും നാം പോകണം അല്ലെ. പരസ്യങ്ങൾ നടക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം അത് പങ്കെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. യെശയ്യാവ് കണ്ടതായ ആ സ്വപ്നം നമ്മൾ മൊത്തത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ. ആ ഒരു രാജ്യഭരണം നീങ്ങിയപ്പോൾ താൻ വളരെ പ്രയാസപ്പെട്ടു. ഈ ഒരു പ്രയാസവും എനിക്ക് ഉണ്ടായിരുന്നു ദൈവസഭയോട്. നമ്മുടെ ദൈവദാസൻ നമ്മെ വിട്ട് കടന്നു പോയപ്പോൾ ഇത്രയും വലിയൊരു മനോഹരമായ ഒരു ദൈവാലയം നമുക്ക് നൽകി. ഇപ്പോൾ ആ ദൈവദാസൻ നമ്മുടെ മധ്യയില്ല. നമ്മുടെ ചർച്ചയിലുള്ള കൈത്തുകളെല്ലാം മുൻപ് നമ്മളെല്ലാം ക്ലിയറായിട്ട് കൊടുത്തിരുന്നു. പക്ഷെ നമുക്ക് എങ്ങനെ കൊടുക്കുവാൻ കഴിയുമെന്ന് എനിക്കും ഒരു ഭാരം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലോകത്തിൽ എന്തെല്ലാം മാറിപ്പോയാലും ദൈവം എന്ത് ചെയ്യും? ദൈവം ചിലരെ നിലനിർത്തും. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ ദൈവത്തിന്റെ ആലയത്തിൽ ഏറ്റവും നടുത്തൂണുകളായി നിൽക്കുമെന്ന് പറയുന്നത് അല്ലെ. ഇന്ന് നമ്മുടെ ആലയങ്ങൾ മനോഹരമാക്കുവാൻ തക്കവണ്ണം ദൈവം ചില വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്തു ഇത് നിർത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പോൾ നാം ഒരിക്കലും നാം ചിന്തിക്കേണ്ടതില്ല ഇനി എന്താകുമെന്ന് നാം ഭാരപ്പെടേണ്ടത്. പക്ഷെ ദൈവത്തിന് മുമ്പാകെ നാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഒന്നിനും ഒരു കുറവ് വരാത്ത ദൈവമാണ് അല്ലെ. ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. അതാണ് യെശയ്യാവ് കണ്ടതായ ആ സ്വപ്നം എന്ന് പറയുന്നത് അല്ലെ. മാനുഷികമാകുന്ന ആ ഒരു ഇത് കൊണ്ട് അവർ കണ്ടു. പക്ഷെ ഇതെല്ലാം ഏത് തന്നെ ഈ എല്ലാ ഉത്തരവാദിത്തങ്ങളും മറന്നുപോയാലും നാം ഒരിക്കൽ ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ്. നാം ഓരോരുത്തരും ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ്. നാം പോയി കഴിഞ്ഞ് മറ്റു വരും, അവര് ദൈവത്തെ സുവിശേഷിക്കും. അങ്ങനെ ദൈവത്തിന്റെ വചനം ഈ ഭൂമിയിൽ പൂർത്തിയാകും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ദൈവത്തിന്റെ വിളിക്ക് നാം ചെവി കേട്ടുകൊണ്ട് യെശയ്യാവ് പറഞ്ഞു പോലെ നാം പറയണം. എന്ത് പറയണം? അടിയനെ അയക്കണമേ അല്ലെ. നമ്മുടെ GC-യുടെ ഒരു ആവശ്യത്തെ ആപ്തവാക്യം ഇതാണ് അല്ലെ. ആ ഒരു ആപ്തവാക്യം ഇതാണ്, ആര് പോകും നമുക്ക് വേണ്ടി? അവിടെ നാം ഓരോരുത്തരും പോകാൻ തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിലും പുതിയൊരു വർഷത്തേക്ക് നാം കടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കണം ഈ വചനങ്ങളും ദൈവം പറയട്ടെ. ആമേൻ.